ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മെഡിടോക്ക്. മെഡിടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ് ശ്രീജ, ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻ മില്ലേനിയം ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്സസൈസ് ഡ്യൂറിങ് പ്രഗ്നൻസി ആണ്. അപ്പോൾ സ്വാഗതം ശ്രീജ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി, ഗർഭകാല സമയത്തെ വ്യായാമമാണ് അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു ടൈമിൽ എല്ലാ സ്ത്രീകൾക്കും എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം സ്ത്രീകൾക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അനങ്ങാൻ വരെ പേടിയായിരിക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് ഇത്തരത്തിൽ എക്സസൈസ്, ഗർഭകാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ള വ്യായാമങ്ങൾ, അത്തരത്തിൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കേണ്ട വ്യായാമങ്ങൾ എന്നുള്ളൊരു ഘട്ടം വരുന്നത് അല്ലേ. അപ്പം ശരിക്കും ഈ ഗർഭകാല സമയത്ത് വ്യായാമങ്ങൾ ചെയ്യുന്നത് സുരക്ഷിതമാണോ? യെസ്, അബ്സല്യൂട്ട്ലി യെസ്. അതായത് പ്രഗ്നൻസിയിൽ കുറച്ച് ടൈലേർഡ് ആയിട്ടുള്ള എക്സസൈസസ് ഉണ്ട്. അത് നമ്മൾ റൈറ്റ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ശരിക്കും സേഫ് ആൻഡ് ഒരുപാട് ബെനിഫിറ്റ്സും ഉള്ളതാണ്. ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പോസ്ചർ കറക്ഷൻസിന് പെയിൻസ് ഉണ്ടല്ലോ, എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ബാക്ക് പെയിൻ, പെൽവിക് പെയിൻ, ഇതുപോലുള്ള പെയിൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും മദറിനും ബേബിക്കുള്ള സർക്കുലേഷനും ന്യൂട്രീഷണൽ അബ്സോർപ്ഷൻസ് ഒക്കെ കൂടാനും ലേബറിന് ഡെലിവറിക്ക് വേണ്ടി ബോഡീനെ പ്രിപ്പയർ ചെയ്യാനും പോസ്റ്റ് റിക്കവറി ഫാസ്റ്റർ ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ തന്നെയാണ് എക്സസൈസസ് എന്ന് പറയുന്നത്. നമുക്കൊരു കോള് കണക്റ്റഡ് ആണ്. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അബുദാബിന്നാണ് വിളിക്കുന്നത്. മിസ് ശ്രീജ കേൾക്കാവോ? കേൾക്കാം പറഞ്ഞോളൂ. ഹലോ, കപ്പിൾ എക്സസൈസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞുതരുമോ? ഹലോ, കപ്പിൾ എക്സസൈസ് നമ്മൾ മെയിൻലി കപ്പിൾ എക്സസൈസ് എന്ന് പറയുന്നത് മെയിൻലി ലേബർ പ്രിപ്പറേഷൻ എക്സസൈസസ് ആണ്. അതായത് ഒരു 3rd ട്രൈമസ്റ്റർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകളാണ് ഇത്. നമ്മളുടെ അതായത് പാർട്ട്ണർ ആണെങ്കിലും പ്രഗ്നന്റ് മമ്മയാണെങ്കിലും ഇവരെ ലേബറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ബോഡീനെ ഫുള്ള് പ്രിപ്പയർ ചെയ്യാനും ലേബറിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനുള്ള ഫുൾ പ്രിപ്പറേഷൻ വരുന്നതാണ് ഈ കപ്പിൾ എക്സസൈസ് അല്ലെങ്കിൽ ലേബർ പ്രിപ്പറേഷൻ എക്സസൈസസ് എന്ന് പറയുന്നത്. അതിന് നമ്മളെ ലേബർ സ്മൂത്ത് ആവാനായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് തന്നെയാണുള്ളത്. താങ്ക് യു. കാലത്തെ ആ ഒരു വ്യായാമം അല്ലെങ്കിൽ ആ ഒരു വർക്കൗട്ട് എപ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ പ്രഗ്നന്റ് ആയ ടൈം മുതൽ ഇങ്ങനെ മാസം ഉണ്ടാവുമല്ലോ, എത്ര മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എത്ര മാസത്തിന് ശേഷം ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ ഇല്ലേ? ആക്ച്വലി ഇപ്പം നിങ്ങൾ ബിഫോർ പ്രഗ്നൻസി തന്നെ ഒരു എക്സസൈസ് പാർട്ട് ഓഫ് ഡെയിലി ലൈഫായിട്ടുള്ളവർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സസൈസസ് ഉണ്ട്. അതല്ല, നിങ്ങൾ എക്സസൈസസ് ഒന്നും ചെയ്തിട്ടില്ല, പ്രഗ്നൻ്റ് ആയപ്പോഴാണ് എക്സസൈസിനെ കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യുന്നെങ്കിൽ ഒരു 2nd ട്രൈമസ്റ്റർക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. 2nd ട്രൈമസ്റ്ററിലും എക്സസൈസസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 3rd ട്രൈമസ്റ്ററിൽ ഇത് ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലുള്ള ലേബർ പ്രിപ്പറേഷൻ എക്സസൈസസ് ഉണ്ട്. അപ്പോൾ ആ എക്സസൈസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ത്രൂ ഔട്ട് പ്രഗ്നൻസി സേഫ് ആൻഡ് ടൈലേർഡ് എക്സസൈസസ് ഉണ്ട്. ഇത് എല്ലാ ട്രൈമസ്റ്ററിലും ഓരോ മാസങ്ങളിലും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, വേറെ അൺടിൽ ആൻഡ് അൺലെസ് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ. ഓക്കെ. അപ്പോൾ ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് പ്രഗ്നൻ്റ് ആവുന്നത് എങ്കിൽ അതിനുശേഷവും അതേ വർക്കൗട്ടുകളൊക്കെയും തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതോ അതിലൊക്കെ ചിലപ്പോൾ ജിമ്മിന് പോയി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവാം, അത്തരത്തിൽ പല വർക്കൗട്ട്, യോഗ, അങ്ങനെ പല പല രീതികളുണ്ടല്ലോ. അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വീണ്ടും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും? ആക്ച്വലി നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ, ഒരു ഫീമെയിൽ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും. അത് നമ്മുടെ പോസ്ചർ റിലേറ്റഡ് ആയാലും ഹാർട്ട് റിലേറ്റഡ്, കാർഡിയോവാസ്കുലർ ആയാലും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഫിറ്റ്നസ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, നോർമൽ ആണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസസ് നമുക്ക് മൈൽഡ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കേണ്ടി വരും. മൈൽഡ് ടു മോഡറേറ്റ് രീതിയിലാക്കിയിട്ട് ചില എക്സസൈസസ് നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ചില എക്സസൈസസ് നമ്മുടെ ബോഡിയുടെ ചേഞ്ചസ് അനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. ചില എക്സസൈസസ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും.
അപ്പം ഏതൊക്കെ എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞാലേ കറക്റ്റായിട്ട് അത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ പ്രഗ്നൻറ്റ് വിമനും ഡിഫറെൻ്റ് ആണ്. അപ്പം അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം അതനുസരിച്ച് നമ്മൾ ടൈലർ ചെയ്ത് ഓരോരുത്തർക്കും പറ്റുന്ന എക്സസൈസസ് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം നമ്മുടെ വേറൊരു പ്രഗ്നൻറ്റ് വിമനുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്ത് അവർ ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കും ആ എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യരുത്. ഓരോ പ്രഗ്നൻസിയും യുണീക്കാണ്. ആ അവരുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് അനുസരിച്ച് വേണം നമ്മൾ മോഡിഫൈ ചെയ്ത് എക്സസൈസസ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം, എൻ്റെ പേര് ഗായത്രി എന്നാണ്. ഓക്കെ, സംസാരിച്ചു. ഹലോ പറഞ്ഞോളൂ ഗായത്രി. ഹലോ ഡോക്ടർ, ഞാൻ ആക്ച്വലി അപ്പോൾ നെക്സ്റ്റ് ഒരു 1 ഇയർ ാണ്. ഗായത്രി, ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടെ പറയാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. 1 ഇയറിനുള്ളിൽ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇങ്ങനെ പ്രഗ്നൻസി ടൈമില് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നോർമൽ ആവാൻ സാധ്യതയുണ്ട്. ചോദ്യം ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ. ഗായത്രി, ഒന്നുകൂടെ പറയാവോ? ക്ലിയർ അല്ല പറയുന്നത്, സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല. അതെന്തോ കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ പ്രഗ്നൻസി അല്ലെ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ ചിലപ്പോൾ അങ്ങനെ സാധ്യതകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ ചിലപ്പോൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് പ്രഗ്നന്റ് ആവാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് തയ്യാറാവുന്ന ആളുകൾക്ക് അതിന് മുന്നേ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് ഈ PCOD ഒക്കെ. ഇപ്പോൾ PCOD ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കാണ് ഈ പ്രഗ്നൻസി ഡിലേഡ് ആവുന്നത്, കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള എക്സസൈസസ്, ലോവർ ടമ്മിയുടെ ഫാറ്റ് കുറയ്ക്കാനായിട്ടുള്ള എക്സസൈസ് ഒക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു കോൾ കണക്ട് ആയിട്ടുണ്ട്. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ ഗായത്രിയാണ്. ഇപ്പൊ വിളിച്ചിരുന്നു. ഓക്കെ, സംസാരിച്ചു. പറഞ്ഞോളൂ ഗായത്രി. അതായത് നമ്മൾ ഈ പ്രഗ്നൻസി ടൈമില് നമ്മൾ ഇതേപോലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് നല്ല തടി വെക്കുമല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ തടി വെക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമലിനുള്ള സാധ്യത കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ട്രൈമെസ്റ്റർ സ്പെസിഫിക് എക്സസൈസസ് ഉണ്ട്. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ചില എക്സസൈസസ് നമുക്ക് ഫസ്റ്റ് ട്രൈമെസ്റ്ററിൽ തന്നെ ചെയ്യാം, ചില എക്സസൈസസ് നമ്മൾ സെക്കൻഡ് ട്രൈമെസ്റ്ററിൽ ചെയ്യണം, ചിലത് തേർഡ് ട്രൈമെസ്റ്റർ ആഫ്റ്റർ 27 വീക്സ് ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡി വെൽ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ നോർമൽ ഡെലിവറിയിലേക്കുള്ള പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡെലിവറി കഴിഞ്ഞ് ബോഡി റിക്കവർ ആവുന്ന ചാൻസസും കൂടുതൽ തന്നെയാണ്. തീർച്ചയായിട്ടും എക്സസൈസസ് ഒരു നോർമൽ ഡെലിവറിയിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നോർമൽ ഡെലിവറിയിലേക്ക് പോകാനായിട്ട് ഡിസൈൻ ചെയ്ത കുറച്ച് എക്സസൈസസ് ഉണ്ട്, അതും കൂടി ചെയ്യണം. ഓക്കെ ഡോക്ടർ, ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം തത്സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്കൊക്കെയും എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ടും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നേരിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനോട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആക്കാവുന്നതാണ്. കാരണം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവരും വലിയ രീതിയിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്ന ഒന്ന് തന്നെയാണല്ലേ. ചിലപ്പോൾ പ്രഗ്നൻസി ഗർഭം അതിന് തയ്യാറെടുക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരു സന്തോഷമുള്ളൊരു വിഷയമാണ് എങ്കിൽ പോലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുമോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. അപ്പോൾ ആ തരത്തിൽ എല്ലാവരും അതിനെ ആ രീതിയിലാണ് നോക്കിക്കാണുക. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നേരിട്ട് കാണണമെങ്കിൽ നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ഹോസ്പിറ്റലിൽ പോകാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ മിസ് ശ്രീജ, ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു പ്രസവത്തിന് തയ്യാറെടുക്കുന്ന ആളുകൾ മുന്നേ തന്നെ ഇപ്പോൾ ഓരോ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിലും ഇത്തരം എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടതാണ്. അത് എങ്ങനെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യണം? നമ്മുടെ ജീവിത രീതിയിൽ തന്നെ അത് ഉൾപ്പെടുത്തി കൊണ്ടുപോവുകയാണോ വേണ്ടത്, അതോ എങ്ങനെയാണ് അത് ഉൾപ്പെടുത്തേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഗ്നൻസി ഒരു ഇൽനെസ് അല്ല, അതൊരു അസുഖമായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇതൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്.
ഒരു ഫീമെയിൽ ബോഡി ഇതിനായിട്ട് ഡിസൈൻഡ് ആണ്. അപ്പം നമ്മളുടെ ബോഡിയിൽ പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി ആ ചേഞ്ചസിനെ അതൊരു കോംപ്ലിക്കേഷനിൽ പോവാതെ അതിനെ ഇങ്ങനെ ഹെൽത്തി ആൻഡ് ഫിറ്റായിട്ട് നമുക്ക് പ്രഗ്നൻസിനെ ത്രൂ ഔട്ട് കൊണ്ടുപോകാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ എക്സസൈസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്ന് പറയുന്നത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിനു മുന്നേ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു മൈൽഡായിട്ട് വാക്കിംഗ് പോലത്തെ എക്സസൈസസ് ഒരു 10 to 15 മിനിറ്റ്സ്, കുറച്ച് അപ്പർ ബോഡി സ്ട്രെങ്തനിങ്, അതായത് ഷോൾഡർ നെക്ക് മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ കുറച്ച് കൂടി, നമ്മുടെ ബെല്ലിയൊക്കെ കുറച്ച് വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ കോർ സ്ട്രെങ്തനിങ്. നമ്മൾ കേൾക്കുന്നതാണ് എല്ലാവർക്കും ബാക്ക് പെയിൻ. ബട്ട് ബാക്ക് പെയിന് നമ്മൾ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസസ് ഉണ്ട്, കംപ്ലീറ്റ്ലി സേഫ് അണ്ടർ ഗൈഡൻസിൽ ചെയ്യുവാണെങ്കിൽ, സേഫ് ആയിട്ടുള്ള എക്സസൈസസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ബാക്ക് പെയിനെയും പെൽവിക് പെയിൻ അങ്ങനത്തെ പെയിനൊക്കെ ഒരു ലിമിറ്റ് ഓൾമോസ്റ്റ് തന്നെ നമുക്ക് ഇല്ലാതെ തന്നെ പ്രഗ്നൻസി എൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അലോങ് വിത്ത് ലോവർ ബോഡി. കുറച്ച് ചിലർക്ക് വെയിറ്റ് ഗെയിൻ ആകുമ്പോൾ നീ പെയിൻ വരാം, ആങ്കിൾ പെയിൻ വരാം. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഹോൾ ബോഡിയിൽ അപ്പർ ബോഡി കോർ സ്ട്രെങ്തനിങ്, ലോവർ ബോഡി സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. തേർഡ് ട്രൈമസ്റ്ററിലോട്ട് കയറുമ്പോൾ നമ്മളുടെ ഈ കൂടുതൽ ഫോക്കസ് ലേബർ പ്രിപ്പറേഷനാണ്. അതായത് നമുക്കറിയാം എല്ലാവർക്കും നോർമൽ ഡെലിവറി വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ നോർമൽ ഡെലിവറിക്ക് വേണ്ടി നമ്മുടെ ബോഡീനെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ബോഡി മീൻസ് നമ്മുടെ പെൽവിസിൻ്റെ ഒരു മൊബിലിറ്റി കൂട്ടാനും, പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് പെൽവിസിൻ്റെ താഴെയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും റിലാക്സേഷനായിട്ടും ഒക്കെ വേണ്ടി ഒരു സെറ്റ് ഓഫ് ഡിസൈൻഡ് എക്സസൈസസ് ഉണ്ട്. അതാണ് ആദ്യത്തെ നമ്മളുടെ കോളർ ചോദിച്ച പോലെ കപ്പിൾ എക്സസൈസസ്. അത് നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പം ഇപ്പം ഹസ്ബൻഡ്, കാരണം UAE ഓൾമോസ്റ്റ് എല്ലായിടത്തും ഹസ്ബൻഡിനെയും കൂടെ അലൗ ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ ഹസ്ബൻഡിന് വൈഫ് പെയിനിലൂടെ പാസ് ചെയ്യുമ്പം ഹസ്ബൻഡിന് എന്തൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം, എന്തൊക്കെ ടെക്നിക്സ്, ചില മസാജ് ടെക്നിക്സ് ഒക്കെ ഉണ്ട് ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസസ് ആണ് നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ അറൗണ്ട് ഒരു 34 വീക്സ് ഒക്കെ കഴിഞ്ഞ് ചെയ്യുന്നത്. അത് ശരിക്കും ഈ ഒരു എക്സസൈസ് എല്ലാവരും പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. സ്ക്വാട്ടിങ് എക്സസൈസസ്, ബട്ടർഫ്ലൈ സ്ട്രെച്ചസ്, ഇതൊക്കെ ലേബർ പ്രിപ്പറേഷൻ എക്സസൈസ് ആണ്. ഈ ഒരു എക്സസൈസ് ഒരു 34 വീക്സ് ഒക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു സ്മൂത്ത് ലേബർ ഉള്ളതായിട്ടാണ് എല്ലാ എവിഡൻസസും പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില എക്സസൈസുകൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിനെ കണ്ടിട്ട് നമ്മൾ പറയൂലേ, ബോഡിയിൽ നിന്നൊക്കെ നോക്കിയിട്ട് ഏത് എക്സസൈസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ശരീരപ്രകൃതി നോക്കിയിട്ട് ഏത് എക്സസൈസ് ആണ് എന്ന് നമ്മൾ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുക. പക്ഷേ എങ്കിലും നോർമലായിട്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം ഓവറായിട്ടൊന്നും ചെയ്യാതെ എല്ലാവരും അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട ആ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക അതിൽ? വാക്കിംഗ് ഓൾമോസ്റ്റ്, അതായത് ഈ പ്ലാസന്റ പ്രീവിയ ചില നമുക്ക് നോർമൽ ഡെലിവറിയെ ട്രൈ ചെയ്യാൻ പറ്റാത്ത ചില കേസസ് ഉണ്ട്. അങ്ങനത്തെ കേസസിൽ ഓൾമോസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഒരു എക്സസൈസും ചെയ്യരുത്. അങ്ങനെയുള്ളവർ ബെറ്റർ ഒരു എക്സസൈസിലോട്ടും പോവാതിരിക്കുന്നതാണ് നല്ലത്. ഡോക്ടറിൻ്റെ അഡ്വൈസ് തന്നെ കീപ്പ് ചെയ്യുക. അതെല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഈവൻ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും എക്സസൈസസ് കുഴപ്പമില്ല, ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വാക്കിങ്ങിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നത്, ഇപ്പം എനിക്കായാലും പേഷ്യൻസ് വരുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്? വാക്കിങ്ങിന് പോകുന്നുണ്ട്. വാക്കിംഗ് ഒരു എയ്റോബിക് എക്സസൈസ് മാത്രമാണ്. നമ്മുടെ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് കൂട്ടാനായിട്ട് മാത്രമാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. ബേബിനെ ഒരു തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ ബേബിനെ എൻഗേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വാക്കിങ്ങിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എയിമിങ് ഫോർ 150 മിനിറ്റ്സ് ഇൻ എ വീക്ക്. അതായത് നിങ്ങൾ 30 എല്ലാ ഡേയ്സും വാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 20 to 30 മിനിറ്റ്സ് മതി. ഒരു 5 ഡേയ്സ് ഒക്കെയാണ് വാക്ക് ചെയ്യുന്നതെങ്കിലും ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 30 to 40 മിനിറ്റ്സ് മാക്സിമം. ഒരു 1 hour ഓഫ് വാക്ക് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലേബർ ഈസി ആവില്ല. വാക്കിങ് എല്ലാവർക്കും ചെയ്യാം, ബട്ട് മാക്സിമം 30 to 40 മിനിറ്റ്സ്. എലോങ് വിത്ത് ഒരു തേർഡ് ട്രൈമസ്റ്ററിൽ വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോർ എക്സസൈസസ് പോലെ ചെറിയ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസസും ലേബർ പ്രിപ്പറേഷൻ എക്സസൈസുമാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതും ലേബർ പ്രിപ്പറേഷൻ എക്സസൈസിൽ
ബട്ടർഫ്ലൈ സ്ട്രെച്ചസും സ്ക്വാട്ടിങ് ചെയ്യുമ്പോൾ ആദ്യമേ ഫുൾ സ്ക്വാട്ടിങ് അല്ല, ഒരു ഹാഫ് സ്ക്വാട്ടിങ് ഒക്കെ ചെയ്ത് ബോഡീനെ പ്രിപ്പയർ ആയിട്ട് പതിയെ ഫുൾ സ്ക്വാട്ടിങ്ങിലോട്ടൊക്കെ പോകുന്നതും വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെയാണ്. സാധാരണ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് അല്ലാത്ത ഒരാളാണെങ്കിലും ആണെങ്കിൽ പോലും വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിന് പോവുകയാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ അപ്പോൾ ജിം ട്രെയിനർ ആണെങ്കിലും പറയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് പറയും അല്ലേ? സാധാരണയായിട്ട് നമ്മളെ ബോഡി അതിനായിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ടെൻഡൻസി വെച്ചിട്ട് പറയും ഇടയ്ക്ക് വെള്ളം കുടിക്കണം. അത്തരത്തിൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ അല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതിൽ എപ്പോഴാണ് നിർത്തേണ്ടത്? അതായത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ക്ഷീണം വരണ്ട അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമ്മളൊരു പ്രഗ്നന്റ് വിമൻ എക്സസൈസ് ചെയ്യുമ്പോൾ തിങ്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മൈൽഡ് ടു മോഡറേറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ വാക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ പറയും മേക്ക് എ ടോക്ക് ടെസ്റ്റ്. നമ്മൾ ആരെങ്കിലും ആയിട്ട് ഒരു പാർട്ട്ണറുമായിട്ടാണ് നടക്കാൻ പോകുന്നതെങ്കിൽ അവരുമായിട്ട് നമ്മൾക്ക് സ്മൂത്തായിട്ട് കോൺവെർസേഷൻ കീപ്പ് ചെയ്യാൻ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻറ്റൻസിറ്റി ഓക്കെയാണ്. അതല്ല നമ്മൾ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബ്രെത്ത്ലെസ് ആവുകയാണ്, ഗ്യാസ്പ് ചെയ്യുവാണ്, ഭയങ്കര ഫെറ്റീഗായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഹാർട്ടിന് അത് അഡാപ്റ്റ് ചെയ്യാൻ പാടുണ്ട്. നമ്മുടെ ഇൻറ്റൻസിറ്റി ഈസ് ഗോയിങ് ഹൈ. യു ഹാവ് ടു സ്ലോ ഡൗൺ, ഹൈഡ്രേറ്റ് ഓർ ടേക്ക് റെസ്റ്റ്. അപ്പം ഇൻറ്റൻസിറ്റി അതാണ് നമ്മളുടെ ബോഡി നമുക്ക് തന്നെ സിംറ്റംസ് തരും. അതായത് നമ്മളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും. ഭയങ്കര ബ്രെത്ത്ലെസ് ആയിട്ടോ ഭയങ്കര ഫെറ്റീഗ് ആയിട്ടോ അങ്ങനത്തെ ബോഡി തന്നെ സിംറ്റം തരും നമ്മുടെ ഇൻറ്റൻസിറ്റി ഈസ് ഗോയിങ് ഹൈ എന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം സാധാരണ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേയും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷവും എക്സസൈസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നോർമൽ ഡെലിവറി ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അങ്ങനെ എക്സസൈസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷവും ഉണ്ടാവുമല്ലോ ഇതുപോലെ നമ്മുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചെത്തേണ്ട ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആ സമയത്തും ഉണ്ടാവുമല്ലോ എക്സസൈസ് ഒക്കെ അല്ലേ? അതെ. പ്രഗ്നൻസി കഴിഞ്ഞുള്ള എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും എല്ലാവരും അറിയേണ്ടത്. കാരണം നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും കഴിഞ്ഞു, വി ആർ ബാക്ക് ടു ആക്ടിവിറ്റീസ്. അങ്ങനെയല്ല, ത്രൂ ഔട്ട് ദിസ് 40 വീക്സ്, ഈ ഒരു ഇത്രയും മന്ത്സ് നമ്മളുടെ ബോഡി ഒരുപാട് ചേഞ്ചസിൽ കൂടെയാണ് പോയത്. എക്സ്പെഷ്യലി യുവർ കോർ മസിൽസ്, അതായത് നമ്മുടെ ബാക്ക് മസിൽസ് ആണ് ഈ ഗ്രോയിങ് യൂട്രസിനെ മൊത്തം സപ്പോർട്ട് കൊടുത്തത്. അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസ് ആണ്. താഴെ ഞാൻ പറഞ്ഞു പെൽവസിൻ്റെ താഴെ ഒരു സെറ്റ് ഓഫ് മസിൽസ് ഉണ്ട്. ഈ മസിൽസ് ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് നമ്മുടെ കുഞ്ഞ് വരാൻ, ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ അതിന് പാത്ത് വേ കൊടുത്തത്. അപ്പം ഡെലിവറി കഴിഞ്ഞ് എക്സസൈസ് നമ്മളുടെ ബോഡീനെ ബാക്ക് ടു ഫിറ്റ് ആക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു നോർമൽ ഡെലിവറി ആണ് എങ്കിൽ നമുക്കൊരു 4 വീക്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല ഒരു സിസേറിയൻ ആണെങ്കിൽ ഒരു 6 to 8 വീക്സ്, അതായത് അവർ ഫുള്ള് സ്റ്റിച്ചൊക്കെ ഹീലായിട്ട് അവരൊരു കംഫർട്ട് ആവുമ്പോൾ ആ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതും സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. നമ്മൾ കാണുന്നത് ഓക്കെ, ഡെലിവറി കഴിഞ്ഞ് ഇനി എനിക്ക് എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയാനായിട്ട് ഡയറക്റ്റ്ലി പോയി ജിമ്മ് ജോയിൻ ചെയ്യുന്നു, ജമ്പിങ് ജാക്സ് ചെയ്യുന്നു, വെയിറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസ് ചെയ്യുന്നു. ബട്ട് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. മെയിൻലി ആദ്യം ഡെലിവറി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വേണമെങ്കിൽ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പെൽവിക് ഫ്ലോർ എക്സസൈസ്. ഈ പെൽവിക് ഫ്ലോർ ആണ് ഇത്രയും സ്ട്രെയിൻ ഈ മന്തിൽ ഹാൻഡിൽ ചെയ്തത്. അപ്പം ഈ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസിൽ വേണം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് കോർ മസിൽ സ്ട്രെങ്തനിങ്, നമ്മളുടെ ടമ്മി ആൻഡ് ബാക്ക് മസിൽസ്, അതിനാണല്ലോ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് പ്രഗ്നൻസിയിൽ വന്നത്. അപ്പോൾ കോർ മസിൽ സ്ട്രെങ്തനിങ്ങും ചെയ്തിട്ട് വേണം നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സസൈസിലോട്ട് പോകാനായിട്ട്. ഓക്കെ. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പരമായിട്ട് ഇനി എന്ത് കണ്ടീഷൻസ് ആണെങ്കിൽ പോലും അതിനെല്ലാം ഓരോരോ അഭിപ്രായങ്ങൾ നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്ന കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ചിലപ്പോൾ പറയും പണ്ടുള്ള ആളുകളൊക്കെയും ഇതൊന്നും ചെയ്തിട്ടല്ല നിലനിന്നത്. അവരവരുടേതായ കാര്യങ്ങളൊക്കെ റുട്ടീൻ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ അവർ ചെയ്യുമായിരുന്നു. അപ്പോഴും നല്ല രീതിയിൽ അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസി തന്നെയാണ് നടന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലേക്ക് അത് മാറിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയും ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോലും പല ആളുകളും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ വെയിറ്റ് ഉള്ളത് എടുക്കാൻ പറയും, അല്ല നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളിതൊക്കെ ചെയ്യുന്നതാണ്, അപ്പോൾ നിങ്ങൾക്കും ചെയ്യാമെന്നുള്ളൊരു സാധനം ചിലപ്പോൾ നോർമലായിട്ട് എല്ലാ
നാട്ടിലുള്ളവർക്കൊക്കെയും ചിലപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അതുപോലെ തന്നെ ചിലപ്പോൾ പണ്ടത്തത് വെച്ച് അവർ വിലയിരുത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നോർമൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു വുമൺ അത്തരത്തിൽ വെയിറ്റ് വരുന്ന കാര്യങ്ങൾ എടുക്കുന്നതിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും നമ്മൾ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് പ്രഗ്നൻസിയിൽ പറയുന്നത്. നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു 3 kg വാട്ടർമെലൺ, അപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റും ഫ്ലൂയിഡും പ്ലാസൻ്റ എല്ലാം കൂടി ഒരു 3 kg ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ 3 kgയുടെ ഒരു തണ്ണിമത്തൻ വാട്ടർമെലൺ നമ്മൾ ടമ്മിയിൽ ടൈ ചെയ്ത് 24 hours ഇൻ എ ഡേ നമ്മൾ ബെൻഡ് ചെയ്യുന്നു, ലൈ ചെയ്യുന്നു, സിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ബാക്കിന് സ്ട്രെയിൻ വരില്ലേ? ആ സെയിം ഫീൽ തന്നെയാണ് നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ എക്സ്ട്രാ ഓവർലോഡ് ചെയ്യുകയാണ് നമ്മളുടെ ബോഡിക്ക് നമ്മൾ. അഥവാ ഇഫ് ഇൻ കേസ് ചില സിറ്റുവേഷനിൽ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ അതിനൊരു പ്രോപ്പർ ടെക്നിക്കുണ്ട്. ബോഡി നമ്മൾ പൊസിഷൻ ചെയ്ത് ചെയ്യേണ്ട ഒരു ടെക്നിക്കിൽ ചെയ്യുവാണെങ്കിൽ അത്രയും സ്ട്രെയിൻ ഇല്ല. അല്ലാതെ നോർമൽ നമ്മൾ ചെയ്ത കണക്ക് ബെൻഡ് ചെയ്യും സ്ട്രെയിറ്റ് ചെയ്യും ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് ബാക്ക് പെയിൻ പോലെ അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഐ മീൻ പ്രോപ്പർ ടെക്നിക്സ് അല്ലാതെ. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ നമുക്ക് തോന്നിയത് നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ. കാരണം ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് എക്സസൈസ് എടുക്കും. അത് ചിലപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാവാം, അങ്ങനെ പല സോഷ്യൽ മീഡിയ നോക്കിയിട്ടാവാം. അത്തരത്തിൽ പല എക്സസൈസും എടുത്ത് നമ്മളിത് തന്നെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഉണ്ട് നമ്മൾക്ക് നമ്മുടേതായ കുറച്ച് തീരുമാനങ്ങൾ അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ അത്തരത്തിൽ എക്സസൈസ് ചെയ്യാവുന്നതുണ്ടോ? കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് സംസാരിച്ച് തുടങ്ങുന്നതല്ലേ ആയിരിക്കില്ലേ നല്ലത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഓരോ പ്രഗ്നൻസിയും യൂണീക്കാണ്. നിങ്ങളുടെ ബോഡി ആ പ്രഗ്നൻസിക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം ഏത് എക്സസൈസാണ് നമ്മളുടെ ബോഡിക്ക് പറ്റുന്നതെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാക്ക് പെയിൻ കേസ് എടുക്കുകയാണ്. ചിലർക്ക് പ്രഗ്നൻസിയുടെ മുമ്പ് തന്നെ ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവരൊന്നും അപ്പം അവർ പ്രഗ്നൻസി ടൈമിൽ ചെയ്യേണ്ട എക്സസൈസിന് കുറേ മോഡിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മളൊരു വീഡിയോയിൽ കാണുന്നവർ ഇങ്ങനെ ബാക്ക് പെയിൻ ഇഷ്യൂസോ അല്ലെ ഒരു ഇഷ്യൂസും ഇല്ലാത്തവർ ചെയ്യുന്ന എക്സസൈസ് ആയിരിക്കും. അത് കണ്ട് നമ്മൾ ചെയ്യുമ്പം ഇത് നമ്മളൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും അവരവരുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രഗ്നൻസി തുടങ്ങുന്നതിന് മുന്നേ അല്ലെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേയും പ്രഗ്നൻ്റ് ആയതിനു ശേഷവും പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷവുമുള്ള ആ ഒരു സർക്കിൾ, ആ ഒരു പീരീഡ് സമയത്തെ എക്സസൈസിൻ്റെ കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്തു. നമ്മൾ ഈ മൊത്തത്തിൽ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ളത് വരെ നോക്കുമ്പോൾ എന്താണ് അതിൽ തീർത്തും ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, തീർത്തും അവോയ്ഡ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? തീർത്തും അവോയ്ഡ് ചെയ്യേണ്ടത് ഇതുപോലെ ബാഡ് ബയോമെക്കാനിക്സ്, വെയിറ്റ് ലിഫ്റ്റിംഗ് പോലത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയാണ്. പിന്നെ ചിലർ ഫിറ്റ്നസ് ലെവൽ, ചിലർ അത്ലീറ്റ്സ് ആയിട്ടുള്ളത്, ഓൾറെഡി അത്ലറ്റ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ എക്സസൈസസും ചെയ്യാവുന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും പല സെലിബ്രിറ്റീസും അല്ലെങ്കിൽ പല അത്ലറ്റ്സും പല എക്സസൈസ് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്. അപ്പം ചില ബോഡിക്ക് ചില എക്സസൈസസ് ഒട്ടും ചെയ്യാൻ പാടില്ല, ചില ബോഡിക്ക് അവർക്ക് ചെയ്യാൻ പറ്റാത്ത എക്സസൈസസ് എല്ലാം അഡാപ്റ്റ് ചെയ്ത് ചെയ്യാനും പറ്റും. അതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട എക്സസൈസസ് നമുക്ക് ഓരോ പേഷ്യൻസിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. ചില പ്ലാസിൻ്റെ പ്രീവിയ അല്ലെങ്കിൽ ലോ ലൈങ് പ്ലാസിൻ്റെ ഒക്കെ ഉള്ളവർക്ക് നമ്മൾ സ്ക്വാട്ടിങ് എക്സസൈസസ് അങ്ങനത്തെ എക്സസൈസ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നെനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൻ്റെ ഒക്കെ ഒരു രത്ന ചുരുക്കം തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. എക്സസൈസ് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊരു പൂർണ്ണമായൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ആ പ്രഗ്നൻസിയുടെ ഒരു പ്രോഗ്രഷനിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പ്രഗ്നൻസി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സസൈസ് കംപ്ലീറ്റ്ലി സേഫ് തന്നെയാണ്. പിന്നെ എനിവേ ഏതൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നും ജസ്റ്റ് കൺസൾട്ട് വിത്ത് യുവർ ഡോക്ടർ. ഡോക്ടർ ഓക്കെ പറയുവാണെങ്കിൽ ഓക്കെ എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ്, ഓർ യുവർ ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡോക്ടർ കൺസേൺഡ് OBG ആയിട്ട് ഒരു കൺസേൺ എടുക്കുന്നതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്.
അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ ആരാണോ പ്രഗ്നൻ്റ് ആവുന്നത് അവരൊന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലേ അടിസ്ഥാനം. അതിനുശേഷം മാത്രം എല്ലാം തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അതാവുമ്പോൾ പേടിക്കാതെ തന്നെ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് വേണ്ട. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് സംസാരിച്ച് എങ്ങനെയാണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്നത് നോക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക അല്ലേ. നല്ലൊരു പ്രഗ്നൻസി എല്ലാവരും അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ മിസ് ശ്രീജ ഒരുപാട് നോളജ്, എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ വിളിക്കാൻ ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത്തരത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് മിലേനിയം ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് നേരിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ശ്രീജ, താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന്. അപ്പോൾ